നമസ്കാരം. നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സാധാരണ വരുത്തുന്ന കുറവുകളും പറ്റിയുള്ള ഒരു പരമ്പരയാണിത്. ഈ പരമ്പരയിൽ ഞാൻ തെറ്റുകളെന്ന് വിശേഷിപ്പിക്കുന്നില്ല, കാരണം ഇംഗ്ലീഷ് അത്തരത്തിലൊരു ഭാഷയാണ്. ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയായിട്ട് മാറും. അതുകൊണ്ട് കുറവുകൾ മറ്റുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മുടെ വടക്കേ ഇന്ത്യൻ സഹോദരന്മാരും മറ്റ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവർ, ഞാൻ ശശി തരൂരിൻ്റെ ലെവലിലേക്ക് പോകുന്നില്ല, പക്ഷേ സാധാരണ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിക്കുന്ന രീതിയിൽ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മലയാളികൾ സാധാരണ ഉണ്ടാക്കുന്ന തെറ്റുകളെ കുറിച്ച് ആണ് ഈ പരമ്പര. പക്ഷേ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ മലയാളം കാലത്ത് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇംഗ്ലീഷ് കൂട്ടിച്ചേർക്കാറുണ്ട്. പണ്ട് 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് രജനി ഹരിദാസ് ആരംഭിച്ച ഒരു പുതിയ രീതിയാണത്. ഒരു വാക്യം മുഴുവൻ ഇംഗ്ലീഷിലും സംസാരിക്കില്ല, അതിനകത്ത് മലയാളം ചേർക്കും. മലയാളം സംസാരിക്കില്ല, അതിനകത്ത് ഒരുപാട് ഇംഗ്ലീഷ് ചേർക്കും. അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ഇംഗ്ലീഷും ശരിക്കും പറയാൻ പറ്റാതെയായിരിക്കും, മലയാളം ശരിക്കും പറയാൻ പറ്റാതെയായിരിക്കും. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം, പിന്നെ അവിടുത്തെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, തമിഴായിരുന്നു. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. പക്ഷേ വീട്ടിൽ മലയാളം സംസാരിക്കുമായിരുന്നു. ഞാൻ ഇന്ന് മലയാളം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാത്തത് അത് ഒരു കരുതിക്കൂട്ടിയാണ്. അധികമൊന്നും ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ഒട്ടും കിട്ടാതെ വരുമ്പോഴാണ് ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മലയാളം ഭംഗിയായിട്ട് ഏറെക്കുറെ ഭംഗിയായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ പഠിച്ചത്. ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ കിട്ടാത്ത വാക്കിന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ തത്തുല്യമായ മലയാളം ഞാൻ ഒരിക്കലും പഠിക്കില്ല. മറിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ ഒരു വാക്ക് വരുമ്പോൾ അവിടെ മലയാളം ഉപയോഗിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കില്ല. നിർഭാഗ്യവശാൽ ഞാൻ രജനി ഹരിദാസിനെ പറയുന്നത് അവരെൻ്റെ ഒരു നല്ല എനിക്ക് അറിയപ്പെടുന്ന ഒരു സുഹൃത്തൊക്കെയാണ്. എങ്കിലും അവർ ആരംഭിച്ച അന്ന് ഒരു നല്ല കാര്യമായിട്ട് ആരംഭിച്ചിരുന്ന, നിർഭാഗ്യവശാൽ ഇന്ന് അത് നമ്മുടെ മലയാളവും നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റാതെയായി, ഇംഗ്ലീഷും ശരിക്കും സംസാരിക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് അത് ഏറ്റവും കുറവ് അത് കുറയ്ക്കണം എന്ന ഒരു അഭ്യർത്ഥന എല്ലാവരോടും ഉണ്ട്. പക്ഷെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയല്ല. നമ്മൾ ചിലപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചില വാക്കുകൾ മലയാളത്തിൽ നമുക്ക് പറയാൻ നാണമാണ്. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയില്ല. അതുകൊണ്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് നമുക്ക് ലൈംഗിക ബന്ധങ്ങളുണ്ടെന്നൊക്കെയുള്ളൊരു ധ്വനി വരുന്നു എന്തോ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും എൻ്റെ ഭാര്യ എന്ന് പറയില്ല. മലയാളത്തിൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവർ എത്രയോ ചുരുക്കമാണ്. എൻ്റെ വൈഫെന്നും പറയില്ല. വൈഫ് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ പല വാക്കുകൾ വെച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ വൈഫ് എന്ന് പോലും പറയുന്നത് വൈഫ്. അതേപോലെ നാണമുള്ളൊരു വാക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചു, ഊണ് കഴിച്ചു എന്ന് പറയുന്ന വളരെ ചുരുക്കം പേര് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഊണ് കഴിക്കുന്നത് ഏതോ തെറ്റാണ്, ഒരു നാണമാണ്. ഞാൻ ഫുഡ് കഴിച്ചു എന്ന് പോലും അറിയാം. ഫുഡ് കഴിച്ചു എന്ന്. അങ്ങനെ ഭാര്യയ്ക്ക് ഭാര്യ എന്ന് പറയില്ല, നാണമാണ്. ഭക്ഷണം ഒന്നും കഴിക്കില്ല, ഭക്ഷണം കഴിക്കുന്നത് ഏതോ ഒരു നാണക്കെട്ട ഇതാണെന്ന്. പണ്ടൊക്കെ എത്രയോ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നു, ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു തരം ഒരു നമ്മൾ ഇന്ന് നമസ്കാരം പറയുന്ന പോലെയാണ് അന്ന് ഊണ് കഴിച്ചു. അത് ഒരു സൗഹാർദ്ദത്തിൻ്റെ ആരംഭത്തിൽ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറയില്ലേ, നമ്മുടെ ഒരു ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ തുറക്കുന്ന ഒരു ഇതായിട്ടാണ് നിങ്ങൾ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുക. ഇന്നിപ്പോൾ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കില്ല, കാരണം ഊണ് ഇന്ന് കഴിക്കുന്നത് തന്നെ കുറവായിരിക്കും. എല്ലാവരും പൊറോട്ടയും മറ്റൊന്നും മറിച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട്, നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഊണ് കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കില്ല, നമ്മൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുള്ളൂ. ഇനി അഥവാ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നതോടുകൂടെ നമ്മളിങ്ങനെ ഒരു ആംഗ്യം കൂടി കാണിക്കും. ഫുഡ് കഴിച്ചോ ഇങ്ങനെ കാണിച്ചാലാണ് ഫുഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് മലയാളത്തിൽ പറയുന്നതിൽ അഭിമാനം വേണം. ഞാൻ ഊണ് കഴിച്ചു എന്ന് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നതിൽ അഭിമാനം വേണം. അതേപോലെ തന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എന്താ കുറവുള്ളത്? എൻ്റെ വൈഫ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഭാര്യ മലയാളം പറയുമ്പോൾ മലയാളവും ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ രണ്ട് ഭാഷയിലും നമുക്ക് വൈദഗ്ധ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഒരു എപ്പിസോഡായിട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെല്ലാവരും നല്ല മലയാളവും നല്ല ഇംഗ്ലീഷും സംസാരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. താങ്ക് യു സോ മച്ച്.